ചോട്ട മുംബൈ റിലീസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ലാലേട്ടൻ്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബുക്ക് മൈ ഷോ ഒന്ന് എടുത്തു നോക്ക്. ഇന്ന് ഇറങ്ങിയ സിനിമകളും ഇന്നലെ ഇറങ്ങിയ ബ്രഹ്മാണ്ഡ ലെവലിൽ 300 കോടിയൊക്കെ എടുത്ത് ചിത്രീകരിച്ച സിനിമകൾ പോലും വലിയ ടിക്കറ്റ് വിൽപ്പനയില്ല. അതേസമയം 18 കൊല്ലം മുന്നേ ഇറങ്ങിയ ചോട്ട മുംബൈ റിലീസ് ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടാനില്ല. വനിതയിൽ ഷോ ഒക്കെ ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റേ ഇല്ല. കവിതയിൽ 1130 സീറ്റ് ഉണ്ടായിട്ട് ഷോ ഓൾമോസ്റ്റ് ഫില്ലാണ്. രാവിലെയൊക്കെ ഹൗസ്ഫുള്ളായിരുന്നു, ടിക്കറ്റേ ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, അതാണ് ലാലേട്ടൻ പവർ, ദ പവർ ഓഫ് ദി ബ്രാൻഡ് എൽ. അതാണ് സംഭവം. ഈ സിനിമ 18 വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും തിയേറ്ററിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ എന്നുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ള കലാഭവൻ മണി ചേട്ടനെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ആ നടൻ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ കിടിലൻ റോള് നമുക്ക് കാണാൻ പറ്റിയേനെ. ഇതിനകത്ത് സിദ്ദിഖിക്ക ഉണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, മണിക്കുട്ടനുണ്ട്, നമ്മുടെ രാജമീൻ പി ദേവ് ചേട്ടനുണ്ട്. അങ്ങനെ എന്തോരം പേര്, സായി കുമാർ, ഈവൻ പൃഥ്വിരാജിൻ്റെ അമ്മയെ മല്ലിക സുകുമാരൻ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനകത്തുള്ളത്, മണിപിള്ള രാജു, എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ എന്ന രീതിയിലാണ് റോള് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് രാജൻ പി ദേവ്, എൻ്റെ പൊന്നോ, ഇങ്ങനെ റോള് ചെയ്തതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സിനിമയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് രണ്ടാമത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ. ടി വിയിലും അല്ലാതെയും സി ഡി ഒക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ സി ഡി എൻ്റെ ഉണ്ടായിരുന്നു, മോസബേറിൻ്റെ. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ട്, എന്നിട്ടും തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇതിലെ പാട്ടുകളും എടുത്തു പറഞ്ഞിട്ടുള്ളത്. രാഹുൽ രാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. രാഹുൽ രാജ് ഭവൻസ് എളമക്കരയിലാണ് പഠിച്ചത്, ഞാൻ ഭവൻസ് ആദർശയിലാണ് പഠിച്ചത്. എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. ഇത് ഫസ്റ്റ് സിനിമയായിരുന്നു പുള്ളിയുടെ. ഇതിന് ശേഷം ഋതു ചെയ്തു, ഒരുപാട് സിനിമകൾ ചെയ്തു. ആൾ വളരെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി മാറി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. എന്തായാലും ഇതിലെ പാട്ടുകൾ, അതിനകത്ത് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആ തല എന്നുള്ള പാട്ടും കൂടെയാണ്. ഇതിനകത്ത് ചെട്ടിക്കുളങ്ങരയുണ്ട്, അത് MG ശ്രീകുമാർ പാടിയത്. അതുകൂടാതെ നമ്മുടെ മറ്റേ പാട്ട് വാസ്കോഡ ഗാമൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തല എന്നുള്ള പാട്ടാണ്. കാരണം അതെന്തോ എനിക്ക് സ്പെഷ്യലാണ് ആ പാട്ട്. ഒന്നാമത് ശങ്കർ മാധേവനും സംഗീതം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയെന്നറിയില്ല, സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞ പരിപാടി, നമ്മുടെ ജോബ് ലാസ്റ്റ് ഫൈനലിസ്റ്റായിട്ട് വന്ന ജോബും സംഗീതമായിരുന്നു. അതിൽ സംഗീതമാണ് ഈ തല എന്നുള്ള പാട്ടിൽ കൂടെ ശങ്കർ മാധവൻ്റെ ഒപ്പം പാടിക്കണം. അതിനകത്തൊരു നൊമ്പരങ്ങൊഴി നീ ആ ഭാഗം പാടിയേക്കണത് സംഗീതമാണ്. സംഗീതം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. എന്തായാലും സോ ഹാപ്പി, അതൊക്കെ വീണ്ടും തിയേറ്ററിൽ കേൾക്കാൻ പറ്റി. കലാഭവൻ മണി ചേട്ടന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോവാം. ഈവൻ വിനായകൻ ഇതിനകത്ത് കിടിലൻ റോളാണ്. കലാഭവൻ മണി എന്നുള്ള നടൻ്റെ ഒരു കിടിലൻ ഒരു എന്താ പറയുക വില്ലൻ റോള്. പിന്നെ ഓഫ്കോഴ്സ് ലാലേട്ടൻ അഴിഞ്ഞാടിയ പടമാണ്. ജഗതി ചേട്ടൻ അഴിഞ്ഞാടിയ പടം ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇവരൊക്കെ ഉണ്ടായിട്ട് ഇതിനകത്ത് വേറെ മച്ചാൻ വേറെ ലെവലിൽ രണ്ടുപേര് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിദ്ദിഖിക്ക, രണ്ടാമത് ബിജുക്കുട്ടൻ ചേട്ടനാണ്. എൻ്റെ മോനെ, ആ പല്ലിയപ്പും കുളിയും കഴിഞ്ഞു താങ്ക് യു ഡാഡി എന്ന് പറഞ്ഞ സാധനം തൊട്ട് പുള്ളി വെറുതെ സീനാണ് ഈ പടത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കൊടുത്ത പൈസ തീർച്ചയായിട്ടും മുതലായി എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഏതൊരു സിനിമയും പോലെയും ഈ സിനിമയും ഒരു പെർഫെക്റ്റ് സിനിമയോ മറ്റോ മറിച്ചൊന്നുമല്ല. ഇപ്പോഴത്തെ 2K കിഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് പടമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ആസ് എ 90s കിഡ്സ് ഈ സിനിമ 18 കൊല്ലം മുന്നേ ഞാൻ കോളേജിലേക്ക് ആയിട്ടില്ല, കോളേജിൽ ആവാൻ പോകുന്നുള്ളൂ. ആ ഒരു ടൈമിലാണ് 2007 ഈ സിനിമ ഇറങ്ങുന്നത്. ഡിസംബർ ഒക്ടോബറിലാണെന്നുണ്ട് ഈ സിനിമ ഇറങ്ങുന്നത്. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, 19-ാം തീയതിയാണ് ഈ സിനിമ ഇറങ്ങിയത്. കാരണം എൻ്റെ ബർത്ത്ഡേ 19-ാം തീയതിയാണ്, മെയ് 19th. അപ്പോൾ 19-ാം തീയതി ഇറങ്ങിയ കുറേ സിനിമകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടാകും. കാരണം എൻ്റെ ബർത്ത് ഡേ ആയിട്ട് ഭയങ്കര കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ സിനിമ ഒരു 19-ാം തീയതി ഇറങ്ങി, ഒക്ടോബർ 19, 2007 തോന്നുന്നുണ്ട് ഈ സിനിമ ഇറങ്ങിയത്. ഞാൻ ചെക്ക് ചെയ്തില്ല. എന്തായാലും എനിവേസ് അതെനിക്ക് ഉറപ്പാണ് 19-ാം തീയതിയാണ് ഇറങ്ങിയിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമ ഭയങ്കര രസമായിരുന്നല്ലേ. അന്ന് ഞാൻ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ടതാണ്. അന്ന് ഞാനും അച്ഛനും കൂടിയാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ അത്രയധികം എനിക്ക് മനസ്സിൽ കിടക്കുന്നൊരു സിനിമയാണ്. അന്ന് ഒരുപാട് ആർപ്പ് വിളിച്ച് എൻജോയ് ചെയ്ത് കണ്ടതാണ്. പിന്നെ ചെട്ടിക്കുളങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും തിയേറ്ററിന് ഫ്രണ്ടിൽ ചെന്ന് ഡാൻസ് കളിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മാതിരി ഫൺ ഒരു സിനിമ.
പക്ഷേ ഇന്ന് കാണുമ്പോൾ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 18 കൊല്ലം മുന്നെടുത്ത സിനിമയല്ലേ, അപ്പോൾ അതിപ്പോൾ കാണുമ്പോൾ ചില സീൻ ക്രിഞ്ചടിക്കും, ചില സീൻ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോൾ. പിന്നെ ഇതിനകത്ത് കുറേ എന്താ പറയുക, റേപ്പ് ടൈപ്പ് ജോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അയ്യോ അതൊക്കെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യരുതായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോണ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ കുറേ ഉണ്ട്, കുറേ സാധനങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോഴേക്കും ഈവൻ ഇതിൽ അഭിനയിച്ചവരോ ഇതിൻ്റെ സംവിധായകനായ അൻവർ ഷീദോ ഹിറ്റ് മേക്കർ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാരി ഹിറ്റ് മേക്കർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തൊട്ടതെല്ലാം മുന്നാക്കി വച്ചാനാണ് പുള്ളി. അങ്ങ് രാജമാണിക്യം തൊട്ട് ട്രാൻസ് വരെ പുള്ളി എന്തിൽ കൈവച്ചിട്ടുണ്ടോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബ്ലോക്ക് ബസ്റ്ററാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അൻവർ ഷീദ് സംവിധാനം ചെയ്ത സിനിമകൾ രാജമാണിക്യം, ചോട്ട മുംബൈ, അണ്ണനും തമ്പി, ട്രാൻസ്, ഉസ്താദ് ഹോട്ടൽ ഒക്കെ. അപ്പോൾ എന്തായാലും പുള്ളി എന്തിൽ പുള്ളിയുടെ പേരുണ്ടോ അതിലൊരു ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും പുള്ളി നിലനിർത്തി കൊണ്ടുപോകുന്നു. പിന്നെ പുള്ളി എൻ്റെ നെയ്ബറും കൂടിയായിരുന്നു. അപ്പോൾ അൻവർക്ക കിടിലം, നിങ്ങളെ എത്ര വർഷം മുന്നേ ഞാൻ കണ്ടതാണ്, ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും സോ ഹാപ്പി ഫോർ യു. എന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന പോലും അറിയില്ല, പക്ഷേ ഞാൻ നിങ്ങളായിട്ട് ഇൻട്രാക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലാണ്. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടെയാണ് ഇക്ക സംവിധാനം ചെയ്തതിൻ്റെ. അപ്പോൾ ആ ബന്ധത്തിൽ പറയണല്ല, അല്ലാതെ തന്നെ പറയണതാണ്. പോരായ്മകൾ തീർച്ചയായിട്ടും ഇപ്പോൾ തോന്നും. ഈവൻ ഞാൻ ഇന്ന് സിനിമ കണ്ടപ്പോൾ ചില സ്ഥലത്തൊക്കെ എനിക്ക് ബോറടിച്ച് ഇതൊക്കെ എന്തിനാണ്. അവിടെയാണ് ദേവദൂതൻ എന്നുള്ള സിനിമയുടെ ഒരു റീ റിലീസിനെ ഞാൻ കൂടുതലായിട്ട് അംഗീകരിക്കുന്നത്. കാരണം വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി ക്രിസ്പാക്കിയിരുന്ന സിനിമ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഷോർട്ടാക്കി ക്രിസ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പിന്നെ അതുപോലെ ഇത് ഫിലിമിലെടുത്ത സിനിമയാണ്. ഫിലിം ക്യാമറയിൽ ഫിലിം റീൽസ് വെച്ചെടുത്ത ഒരു സിനിമ ഇപ്പോൾ സ്കാൻ ചെയ്ത് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് റീമാസ്റ്റർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഈ സിനിമയുടെ മ്യൂസിക്കും ഓഡിയോ സൈഡായിരുന്നു, അത് പക്കായിരുന്നു. നല്ല ക്ലിയർ ആയിരുന്നു, ക്രിസ്പായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്ന ഫിലിം നശിഞ്ഞു പോയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുള്ള കുറച്ച് ഫോക്കസ് ഔട്ട് പരിപാടികളൊക്കെ. പിന്നെ അന്ന് ഫോക്കസ് പുള്ളറിനൊക്കെ നമിച്ചേ പറ്റുള്ളൂ, ഫിലിം ക്യാമറയിലാണല്ലോ. അപ്പോൾ എന്തായാലും സംഭവം കലക്കി. റീമാസ്റ്ററും അത്യാവശ്യം വളരെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടി വരും. വനിതവൻ്റെ കണ്ടതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട്. സ്ക്രീൻ 2-ലായിരുന്നു ഞങ്ങൾ കണ്ടത്. എന്തായാലും ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറ്റവും കുറവുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ 90s കിഡ്സിനെ സംബന്ധിച്ചിട്ട് ഇതൊരു കിടിലൻ എൻ്റർടൈനറായിരുന്നു. അപ്പോൾ ലാലേട്ടനാക്കിയ ഒരു സിനിമകളിലൊന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് അഭിനയം കൊണ്ട് തന്നെ അല്ല, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊണ്ടാണ്. അഭിനയം കൊണ്ട് ലാലേട്ടനെ എന്തോരം പടം കൊണ്ട് പറയാം. ഇത് അഭിനയത്തിൻ്റെ അല്ല, ആ തല എന്നുള്ള ഒരു മാസ് ക്യാരക്ടർ, ആ ഒരു കോമിക്കലായിട്ടുള്ള ആ ഒരു ഗുണ്ടാ ക്യാരക്ടർ, അത് എല്ലാവരും മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ്. പിന്നെ ഭാവനയുടെ ഓട്ടോക്കാരി റോള് ഒക്കെ അടിപൊളിയായിരുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇതായിരുന്നു എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. അനുപയ്ക്കും ഭയങ്കര രസമായിരുന്നു. അനുപ ഇന്നേ വരെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനുപ ഇത് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അനുപയ്ക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം തുറക്കം തന്നെ. അപ്പോൾ എന്തായാലും ഹാപ്പി. ഇനിയിപ്പോൾ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ കാണാനുണ്ടായിരുന്നു. രാവിലെ അതെന്തോ കാസ്റ്റ് ആങ്കറും എടുത്തുകൊണ്ട് എന്താ നമുക്ക് രാവിലെ തന്നെ അത് കയറാൻ പറ്റിയില്ല. പിന്നെ ചോട്ട മുംബൈ കാണാനൊരു ത്വര ഉണ്ടായിരുന്നതുകൊണ്ട് അത് ആദ്യമേ പോയി. എന്തായാലും ഇനി ആഭ്യന്തര കുറ്റവാളി കണ്ടിട്ട് ഞാൻ അഭിപ്രായമായിട്ടേക്കാം. എന്തായാലും ദ റീ റിലീസ് എക്സ്പീരിയൻസ് ഓഫ് ചോട്ട മുംബൈ വാസ് വെരി ഫൺ. അപ്പോൾ ശരി, കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ട് നോക്കുക. ടിക്കറ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും ഇവിടെ. അതാണ് ലാലേട്ടൻ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.